എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനുഷ കരുനാഗപ്പള്ളി. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വ്യാധികൾ പടരാതിരിക്കാൻ എന്ന സെക്കൻഡ് ചാപ്റ്റർ ന്യൂ SCERT ടെക്സ്റ്റ് ബുക്ക് 5ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ചർച്ച ചെയ്യാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ ചർച്ച ചെയ്തു അല്ലേ? ആദ്യത്തെ ചാപ്റ്റർ ഒറ്റയല്ലൊരു ജീവിയും എന്ന ചാപ്റ്റർ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ടെലഗ്രാം ഗ്രൂപ്പിൽ 9 മണിക്ക് ഇപ്പോൾ വർക്കൗട്ട് എക്സാം അറ്റൻഡ് ചെയ്തു. എല്ലാവരും ആ ഒരു ചാപ്റ്റർ ക്ലിയർ ആക്കി എന്ന് കരുതുന്നു. ഇനി നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ ആണ് വ്യാധികൾ പടരാതിരിക്കാൻ. അപ്പം രണ്ടാമത്തെ SCERT സ്മാർട്ട് വർക്കിലേക്ക് നമ്മൾ കടക്കാണ്. അത് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ ദിവസത്തെ കുറച്ച് ചോദ്യങ്ങൾ, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്നുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ട് വേണം നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാൻ. അപ്പം അത് എങ്ങനെ വേണം അറ്റൻഡ് ചെയ്യാനെന്ന് ചോദിച്ചാൽ നിങ്ങൾ കമന്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് വെക്കുക. ഞാൻ ചോദ്യവും ഓപ്ഷൻസും വായിക്കും. നിങ്ങൾ ഒന്ന് ഏതാണ് ആൻസർ ഏതാണെന്ന് വെച്ചാൽ അതൊന്ന് കമന്റ് ചെയ്യുക. 2 അങ്ങനെ ഓരോന്നും നമ്പർ ഇട്ട് ആ ആൻസർ ഒന്ന് കമന്റ് ചെയ്ത് വേണം പോവാൻ. ഓക്കെ, നിങ്ങൾ പഠിച്ചു എന്ന് സ്വയം ഒന്ന് വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. ഒന്ന് പറഞ്ഞ് ഒന്ന് കമന്റ് ചെയ്ത് പോവുക. അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്. പ്രീവിയസ് ഇയർ ചോദ്യമാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലാണ്, മത്സര പരീക്ഷകളിൽ നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ കൊടുത്തിരിക്കുന്ന എല്ലാ ചോദ്യങ്ങളും. അപ്പൊ ആദ്യത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം. ഓപ്ഷൻ എ നൈട്രജൻ, ബി ഹൈഡ്രജൻ, സി ഓക്സിജൻ, ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം. എല്ലാവരും ചെയ്തോ? അത് നിങ്ങൾക്ക് ഇനിയിപ്പം ടൈം കിട്ടിയില്ല, കമന്റ് ചെയ്യാൻ ടൈം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചിട്ട് കമന്റ് ചെയ്തിട്ട് റെസ്യൂം ചെയ്ത് വേണം വീഡിയോ കാണാൻ കേട്ടോ. അപ്പം ആദ്യത്തെ ചോദ്യം, പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകമാണ്. എല്ലാവർക്കും അറിയാം ഏതാണത്? ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അല്ലെ? പ്രകാശ സംശ്ലേഷണത്തിനായി സസ്യങ്ങൾ പ്രയോജനപ്പെടുത്തുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം. സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം. ഓപ്ഷൻ എ ഹൈഡ്രജൻ, ബി നൈട്രജൻ, സി ഓക്സിജൻ, ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. ഏതാണ് സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണത്തിലൂടെ പുറത്തുവിടുന്ന വാതകം? ഏതാണ്? ഓപ്ഷൻ സി ഓക്സിജൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ സി ഓക്സിജൻ. ഓക്കെ, എല്ലാവർക്കും കിട്ടിയല്ലോ? എല്ലാവർക്കും കിട്ടി. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായി സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? പ്രകാശ സംശ്ലേഷണ പ്രക്രിയയുടെ ഭാഗമായിട്ട് സസ്യങ്ങൾ പുറത്തേക്ക് വിടുന്ന ഓക്സിജൻ വാതകം എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? എന്തിന്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്? ഓപ്ഷൻ എ കാർബൺ ഡൈ ഓക്സൈഡ് ആണോ, സൾഫർ ഡൈ ഓക്സൈഡ് ആണോ, ജലമാണോ, അതോ മഗ്നീഷ്യം ഡൈ ഓക്സൈഡ് ആണോ? ഏതാണ് ശരിയായിട്ടുള്ള ഉത്തരം? ഏതാണ്? വെരി ഗുഡ്. ഏതാ? ഓപ്ഷൻ സി ജലം അല്ലെ? എല്ലാവർക്കും കിട്ടി. ഓപ്ഷൻ സി ജലമാണ്. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏത്? പ്രീവിയസ് ഇയർ ചോദ്യമാട്ടോ, പ്രീവിയസ് ഇയർ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം. ഓപ്ഷൻ എ കരോട്ടിൻ, ഓപ്ഷൻ ബി ക്ലോറോഫിൽ, ഓപ്ഷൻ സി ആന്തോസയാനിൻ, ഓപ്ഷൻ ഡി സാന്തോഫിൽ. ഇതിൽ ഏതാണ് ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം? ഏതാണ്? നമ്മൾ പഠിച്ചതാ. ഏതാണ്? പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഒരു ബോക്സിൽ SCERT ടെക്സ്റ്റ് ബുക്കിൽ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഭാഗമാണ്. ഏതാണിത്? ഓപ്ഷൻ സി ആന്തോസയാനിൻ ആണ്. ഓപ്ഷൻ സി ആന്തോസയാനിൻ. അപ്പം നമുക്കറിയാം കരോട്ടിൻ അല്ലെ? ഓറഞ്ച് നിറം നൽകുന്നത് കരോട്ടിൻ ആണ്, മഞ്ഞ നിറം നൽകുന്നത് സാന്തോഫിലാണ്, ഹരിതകം ഇലകൾക്ക് പച്ച നിറം നൽകുന്നത് ഹരിതകമാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഓക്സിജൻ, ഓപ്ഷൻ ബി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ സി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഹീലിയം, ഓപ്ഷൻ ഡി അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ. ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന? ഏത്? എല്ലാവർക്കും കിട്ടിക്കാണും, എല്ലാവരും അറ്റൻഡ് ചെയ്താണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ വാതകം ഓക്സിജൻ ആണെന്ന് നമുക്കറിയാം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള സംയുക്തം കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് നമുക്കറിയാം. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം നൈട്രജൻ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയെങ്കിൽ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം ഏതാണ്? ഹീലിയം ആണോ? അല്ല, ആർഗൺ ആണ് അല്ലെ? ആർഗൺ നമ്മൾ പഠിച്ചതാണ്. ആർഗൺ ആണ് അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള അലസവാതകം. ഓക്കെ,
അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാനത്തെ കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യത്തെ കണ്ണി ഏതാണ്? ഓപ്ഷൻ എ ഹരിത സസ്യങ്ങൾ, ഓപ്ഷൻ ബി സസ്യഭോജി, ഓപ്ഷൻ സി മിശ്രഭോജി, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. എല്ലാവരും കമന്റ് ചെയ്തല്ലോ, കമന്റ് ചെയ്തേ. അങ്ങനെയാണെങ്കിൽ നോക്കിയേ, നമുക്കറിയാം ആദ്യം തന്നെ തുടങ്ങുന്ന എവിടെ നിന്നാണ്? പുല്ലിൽ നിന്നാണ് അല്ലെ. പുല്ലെന്ന് പറയുന്നത് എന്താണ്? പുല്ല്, തവള, അല്ലെങ്കിൽ പുല്ല്, പുൽച്ചാടി, തവള, അല്ലെങ്കിൽ പുല്ല്, മാന്, കഴുകൻ, അങ്ങനെ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പൊ ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാനത്തെ കണ്ണി മാംസഭോജി ആണെങ്കിൽ ആദ്യത്തെ കണ്ണി ആരാണ്? ഹരിത സസ്യങ്ങളാണെന്ന് ഓർത്തിരിക്കുക. ഹരിത സസ്യങ്ങൾ കേട്ടോ. അടുത്ത ചോദ്യം, വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻ എ പരാത സസ്യങ്ങൾ, ഓപ്ഷൻ ബി എപ്പിഫൈറ്റുകൾ, ഓപ്ഷൻ സി ശവോപജീവികൾ, ഓപ്ഷൻ ഡി ആരോഹികൾ. വാസസ്ഥലത്തിനായി മാത്രം മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി എപ്പിഫൈറ്റുകളാണ് അല്ലെ. നമ്മൾ പറഞ്ഞായിരുന്നു മരവാഴയുടെ കാര്യം പറഞ്ഞു. അതേപോലെ തന്നെ സെമി പാരസൈറ്റ്സ്, അർത്ഥപരാതങ്ങൾ പറഞ്ഞായിരുന്നു. പൂർണ്ണപരാതങ്ങൾ കണ്ണി, അങ്ങനെയുള്ള ഓർക്കിഡുകള്, ചന്ദനം, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് വെച്ചുകൊണ്ട് നമ്മൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത കാര്യമാണ്. അപ്പൊ വാസസ്ഥലത്തിനായി മറ്റ് സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? എപ്പിഫൈറ്റുകൾ എന്ന വിഭാഗത്തിൽ പെടുന്നു. എപ്പിഫൈറ്റുകൾ. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? ഇനി മറ്റൊരു കാര്യം, ഇന്നലെ എക്സാം അറ്റൻഡ് ചെയ്യാത്തവർ, കഴിഞ്ഞ ദിവസം എക്സാം അറ്റൻഡ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഉള്ള എക്സാം കൃത്യമായിട്ട്, പോൾ വർക്കൗട്ട് എക്സാം കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക. ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യുക. 9 മണിക്കുള്ള എക്സാം എല്ലാവരും ഒന്ന് അറ്റൻഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഇന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത് വ്യാധികൾ പടരാതിരിക്കാൻ എന്ന ഭാഗമാണ്. വ്യാധികൾ പടരാതിരിക്കാൻ, ആ പേരിനകത്ത് തന്നെ ഉണ്ടല്ലേ, വ്യാധികൾ പടരാതിരിക്കാൻ എന്ന് പറയുമ്പോൾ എന്തിനെ പറ്റിയാണത്? രോഗങ്ങളെ പറ്റിയുള്ള ഭാഗമാണ്. രോഗങ്ങളെ പറ്റിയുള്ള ഭാഗമാണ് വ്യാധികൾ പടരാതിരിക്കാൻ എന്ന ആ ഒരു ചാപ്റ്റർ. അതിനകത്ത് ആദ്യം തന്നെ ഒരു ബോക്സ് ആണ് കൊടുക്കുന്നത്, പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആണ് ഈ ക്വസ്റ്റ്യൻ, ഈ പാഠം. കാരണം ഇതുമായി ബേസ് ചെയ്തുകൊണ്ട് ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് മത്സര പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ മിക്കവാറും രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ഒരു പോർഷനകത്തുന്ന ചോദ്യങ്ങൾ വന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതിന്റെ തന്നെ എലിവേറ്റഡ് ഫോം ആയിരിക്കും ഇനി വരുന്ന 7, 8, 9 ക്ലാസ്സുകളിലെല്ലാം വരുന്നത്. അപ്പം ഈ 5ാം ക്ലാസ്സിൽ ഈ ഭാഗവും പഠിച്ചിരിക്കണം. ക്ലിയർ ആയോ? അപ്പം പകരുന്ന രോഗങ്ങൾ, പകരാത്ത രോഗങ്ങൾ. നമുക്കറിയാം പകരുന്ന രോഗങ്ങൾ എന്ന് പറയുമ്പം ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, ജലദോഷം, COVID-19 എന്നിവയെല്ലാം പകരുന്ന രോഗങ്ങളാണ്. ഇതിനകത്ത് നമുക്ക് കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ടി വരില്ല. കാരണം എന്താ? പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാം. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്നതാണ് പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ പകരുന്ന രോഗങ്ങൾ. അപ്പൊ ഡെങ്കിപ്പനി, മഞ്ഞപ്പിത്തം, ടൈഫോയിഡ്, കോളറ, ജലദോഷം, COVID-19 ഇതെല്ലാം എന്താണ്? പകരുന്ന രോഗങ്ങളാണ്. ഇനി പകരാത്ത രോഗങ്ങളുണ്ട്. ക്യാൻസർ ഒരാൾക്ക് വന്നാൽ മറ്റൊരാൾക്ക് വരുമെന്ന് നമ്മൾ പറയോ? ഇല്ല, ക്യാൻസർ പകരില്ല. പ്രമേഹം, ഷുഗർ പകരാറുണ്ടോ? ഇല്ല. ഹൃദ്രോഗം, ഹൃദയത്തിനുള്ള രോഗം ഒരാൾക്കുണ്ടെന്ന് കരുതി മറ്റൊരാൾക്ക്, അയാളുമായി സമ്പർക്കത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് ഉണ്ടാവണമെന്നുണ്ടോ? ഇല്ല. പക്ഷാഘാതം, വൃക്ക രോഗം, അൽഷിമേഴ്സ്, മറവി രോഗം എന്നിവയെല്ലാം എന്താണ്? പകരാത്ത രോഗങ്ങളാണ്. അപ്പൊ പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളും നിങ്ങൾക്കറിയാം. കൂടുതൽ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട, നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം പകരുന്ന രോഗം ഏതാണ്, പകരാത്ത രോഗം ഏതാണ്. ഇനി ഈ ഒരു ബോക്സ് വെച്ചോണ്ടാണ് SCRT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിരിക്കുന്നത് എന്താണ് പകർച്ചവ്യാധികൾ. മഞ്ഞപ്പിത്തം എടുക്കാണ് അല്ലെങ്കിൽ കോളറ എടുക്കാണ്. എന്താ? അത് ഒരാളിൽ നിന്ന്, ഒരു വ്യക്തിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു? മറ്റൊരു വ്യക്തിയിലേക്ക് പകരുന്നു, ട്രാൻസ്മിറ്റ് ചെയ്യുന്നു അല്ലെ. ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരുവിലേക്ക് അല്ലെങ്കിൽ ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗമാണ് എന്ത്? പകർച്ചവ്യാധികൾ എന്ന് പറയുന്നത്. ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗത്തെ എന്താണ് പറയുന്നത്? പകർച്ചവ്യാധികൾ എന്നാണ്. ക്ലിയർ ആയോ? പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താണെന്ന് ക്ലിയർ ആയോ? എന്താണ് പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ്? ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഇനി മഹാമാരികളുണ്ട്. മഹാമാരികൾ അല്ലെങ്കിൽ പാൻഡമിക് ഡിസീസ്. നമുക്കറിയാവുന്ന ഒരു പാൻഡമിക് ഡിസീസ് ആണ് ഏത്? COVID-19 അല്ലെ.
ഇപ്പം കുറച്ച് വർഷങ്ങള് മുമ്പ് ഉണ്ടായതാണ് COVID-19. അതൊരു മഹാമാരിയാണ് നമുക്കറിയാം. അപ്പൊ മഹാമാരി എന്താണ്? പകർച്ചവ്യാധി ഒരാളിൽ നിന്ന് മറ്റുള്ളവരിലേക്കാണെങ്കിൽ പകർച്ചവ്യാധികള് മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെയാണ് നമ്മൾ മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസ് അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ എന്ന് മനസ്സിലായേ? ഒരാളിൽ നിന്നും മറ്റുള്ളവരിലേക്ക് പകരുന്ന രോഗം പകർച്ചവ്യാധികൾ അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ്. ഇനി മഹാമാരി ആണെങ്കിൽ പകർച്ചവ്യാധികൾ, ആ പകരുന്ന പകർച്ചവ്യാധികൾ ഉണ്ടല്ലോ, നമ്മൾ മുമ്പ് പഠിച്ച കമ്മ്യൂണിക്കബിൾ ഡിസീസ് മറ്റു രാജ്യങ്ങളിലേക്കോ ഭൂഖണ്ഡങ്ങളിലേക്കോ വ്യാപിക്കുകയും നിരവധി ആളുകളെ ബാധിക്കുകയും ചെയ്താൽ അതിനെയാണ് മഹാമാരി അല്ലെങ്കിൽ പാൻഡമിക് ഡിസീസ് എന്ന് പറയുന്നത്. നമ്മൾ അതിജീവിച്ച ചില മഹാമാരികളാണ് വസൂരി, ക്ഷയം, പ്ലേഗ്, COVID-19 എന്നിവയെല്ലാം. അപ്പം വസൂരി, പ്ലേഗ്, ക്ഷയം, COVID-19 എന്നിവയെല്ലാം എന്താണ്? നമ്മൾ അതിജീവിച്ച കുറെ മഹാമാരികളാണ് എന്നൂടെ ഓർത്തിരിക്കുക. അപ്പൊ മഹാമാരികൾക്ക് ഉദാഹരണോടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ പഠിക്കുന്നതാണ് എന്താണ് എപ്പിഡമിക് എന്ന് പറയുന്നത്. എപ്പിഡമിക് ആ പേരിൽ വെച്ച് അങ്ങ് പഠിച്ചാൽ മതി. എപ്പിഡമിക് നമ്മൾ പെട്ടെന്ന് പറയുന്നത് അല്ലെ. അപ്പം വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങളാണ് എപ്പിഡമിക് എന്നറിയപ്പെടുന്നത്. എപ്പിഡമിക് എന്ന് പറയുന്നത് എന്താണ്? വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എപ്പിഡമിക്. കോളറ, മീസൽസ്, മലേറിയ, ഡെങ്കു ഫീവർ എന്നിവയെല്ലാം എപ്പിഡമിക് രോഗങ്ങളാണ്. അപ്പം വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിഡമിക്. ഇനി എൻഡമിക് ഉണ്ട്. എൻഡമിക് എന്ന് പറഞ്ഞാൽ അതിനൊരു എൻഡില്ല, ഒരു എൻഡില്ലെന്ന് അങ്ങ് ഓർത്താൽ മതി. എൻഡമിക് എന്നല്ലേ, അപ്പൊ അതിനൊരു എൻഡില്ല എന്ന് ഓർത്താൽ മതി. ഒരു എൻഡില്ല അതിന്. അപ്പൊ എന്താ എൻഡമിക് രോഗം? സമൂഹത്തിൽ വളരെ കാലമായി നിലനിൽക്കുന്നതും പൂർണ്ണമായിട്ട് നമുക്ക് തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങളാണ് എൻഡമിക് രോഗങ്ങൾ. ക്ലിയർ ആയേ? ഉദാഹരണം പറയുകയാണെങ്കിൽ കോളറ, മലേറിയ എന്നിവയെല്ലാം എന്താണ്? എൻഡമിക് രോഗങ്ങളാണ് അല്ലെ. എൻഡമിക് രോഗങ്ങളാണ്. അപ്പൊ വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നത് എപ്പിഡമിക് എന്നും സമൂഹത്തിൽ വളരെ കാലങ്ങളായി നിലനിൽക്കുന്നതും എന്നാൽ പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തത്, എൻഡില്ലാത്തത് എൻഡമിക്. എൻഡില്ലാത്തത് എൻഡമിക് എന്ന് വെച്ചാൽ പൂർണ്ണമായി തുടച്ചു മാറ്റാൻ കഴിയാത്തതുമായ രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് എൻഡമിക്. ക്ലിയർ ആയോ? അപ്പൊ എപ്പിഡമിക്കും എൻഡമിക്കും പഠിച്ചല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്തതാണ് നോസോകോമിയൽ രോഗങ്ങൾ. എന്താണ് നോസോകോമിയൽ രോഗങ്ങൾ? എളുപ്പമാണ്. നമുക്ക് ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ. ആശുപത്രിയിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് പെട്ടെന്ന് പ്രതിരോധ ശേഷി കുറവുള്ളവർക്കൊക്കെ പെട്ടെന്ന് കുറച്ച് രോഗങ്ങൾ പകരും അല്ലെ. അല്ല എങ്കിൽ നമുക്ക് ഈ വാക്സിനേഷൻസ് ഒക്കെ എടുക്കുമ്പോൾ സിറിഞ്ച് മാറി കുത്തി ഉണ്ടാകുന്ന രോഗങ്ങൾ, യൂറിനറി ഇൻഫെക്ഷൻസ് ട്രാക്സിലൊക്കെ ഉണ്ടാകുന്ന രോഗങ്ങൾ, അങ്ങനെയൊക്കെയുള്ള, നിങ്ങൾ എക്സാമ്പിൾ പഠിക്കണ്ട, അങ്ങനെയൊക്കെയുള്ള രോഗങ്ങളാണ് ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് നോസോകോമിയൽ രോഗങ്ങൾ എന്നത്. നോസോകോമിയൽ രോഗങ്ങൾ. അതിനകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഈ സിറിഞ്ച് മാറ്റി വെക്കുന്നതിലൂടെ ഉണ്ടാകുന്ന രോഗങ്ങളൊന്ന് ഓർത്താൽ മതി, സിറിഞ്ചിലൂടെ. അപ്പം ആശുപത്രിയിൽ നിന്ന് പകരുന്ന രോഗങ്ങൾ അറിയപ്പെടുന്നതാണ് എന്ത്? നോസോകോമിയൽ രോഗങ്ങൾ. നോസോകോമിയൽ രോഗങ്ങൾ. ഇനി സൂണോസിസ് രോഗങ്ങളുണ്ട്. എന്താണ് സൂണോസിസ്? ഓർക്കേ വേണ്ട, എളുപ്പവാ സൂണോസിസ്. സൂണോസിസ് എന്ന് പറയുമ്പോഴേ ആദ്യം വരുന്ന എന്തുവാ? സൂണോസിസ്. സൂയിൽ ആരാ കാണപ്പെടുന്നത്? മൃഗങ്ങളാണേ. ഈ മൃഗങ്ങളെ കാണാൻ പോകുന്ന ആരാ? മനുഷ്യരാ. അപ്പൊ പോയി ഇങ്ങ് വാങ്ങിച്ചോണ്ട് വരും. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് സൂണോസിസ് രോഗങ്ങൾ. ഓർക്കാൻ എളുപ്പമാണല്ലോ. എളുപ്പമാണേ. സൂണോസിസ് രോഗങ്ങൾ എന്താ? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗങ്ങളാണ് സൂണോസിസ് രോഗങ്ങൾ. ഇനി എപ്പിസൂട്ടിക് ഉണ്ട്. എപ്പിസൂട്ടിക് മൃഗങ്ങൾക്കിടയിലുള്ള സാംക്രമിക രോഗങ്ങളാണ് എപ്പിസൂട്ടിക്. എപ്പിസൂട്ടിക് എന്ന് പറയുമ്പോൾ ഫുഡ് മൗത്ത് ഡിസീസ് ഒക്കെ എന്തിനകത്ത് വരും? ഫുഡ് മൗത്ത് ഡിസീസ്, ബേർഡ് ഫ്ലൂ എന്നിവയെല്ലാം എന്തിനകത്ത് വരുന്നതാണ്? ഈ മൃഗങ്ങൾക്കിടയിലുള്ള സാംക്രമിക രോഗങ്ങളാണ്. ഇനി സൂണോസിസ് പറയുകയാണെങ്കിൽ റാബിസ്, പ്ലേഗ്, എലിപ്പനി ഇതെല്ലാം എന്താണ്? മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് ഉണ്ടാവുന്നതാണ് അല്ലെ. അങ്ങനെയുള്ള രോഗങ്ങളാണ് സൂണോസിസ് രോഗങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പൊ നമ്മള് പകർച്ചവ്യാധികൾ എന്താണെന്ന് പഠിച്ചു, മഹാമാരികൾ എന്താണെന്ന് പഠിച്ചു, എൻഡമിക് എന്താണ്, എപ്പിഡമിക് എന്താണ്, നോസോകോമിയൽ ഡിസീസ് എന്താണ്, സൂണോസിസ് എന്താണ്, എപ്പിസൂട്ടിക് എന്താണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ
അടുത്തതിലേക്ക് പോകണം. അതിന് മുമ്പ് നമ്മുടെ റെഗുലർ ബാച്ചിലർ വീഡിയോ ക്ലാസ്, മൈക്രോ നോട്ട്സ്, PDF നോട്ട്സ്, മാജിക് മന്ത്ര, ദെൻ എല്ലാ ദിവസവും 9 മണിക്ക് ഡെയിലി പോൾ വർക്കൗട്ട് എക്സാംസ് ഉൾപ്പെടെ നടക്കുന്നുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്ത കാര്യം നമ്മൾ പറയാണ് ഈ നമ്പറിലാണ്. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നത് രോഗകാരികൾ അല്ലെങ്കിൽ പാത്തോജൻസ്. എന്താണ് പാത്തോജൻസ് എന്ന് പറയുന്നത്? എനിക്കൊരു അസുഖം വന്നു, ആ അസുഖത്തിന് കാരണം ചിലപ്പോൾ ബാക്ടീരിയ ആവാം. ഒരു ഉദാഹരണം എടുക്കാണ്, COVID-19 വന്നു. ഈ COVID-19 കാരണം എന്താണ്? ഒരു വൈറസ് ആയിരുന്നു അല്ലെ? നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു വൈറസ് ആയിരുന്നു ഇതിന് കാരണം. COVID-19 എന്ന രോഗത്തിന് കാരണം ആരായിരുന്നു? ഒരു വൈറസ് ആയിരുന്നു. അപ്പം ഓർക്കാൻ എളുപ്പമാണ്, കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ കഴിയാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നതാണല്ലോ. അങ്ങനെയാണെങ്കിൽ രോഗങ്ങൾക്ക് കാരണമാകുന്ന ഇവയെ നമ്മൾ എന്തു പറയുന്നു? രോഗകാരികൾ അല്ലെങ്കിൽ പാത്തോജൻസ് എന്ന് പറയുന്നു. അപ്പൊ പാത്തോജൻസ് എന്താണെന്ന് ക്ലിയർ ആയോ? കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ സാധിക്കാത്ത സൂക്ഷ്മജീവികളായ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയവയാണ് മിക്ക പകർച്ചവ്യാധികൾക്കും കാരണമാകുന്നത്. ഇങ്ങനെയുള്ളവയെ നമ്മൾ പറയുന്ന പേരാണ് രോഗകാരികൾ അല്ലെങ്കിൽ പാത്തോജൻസ് എന്ന് പറയും. അപ്പം നമ്മൾ ചിന്തിക്കും, ഈ സൂക്ഷ്മജീവികൾക്ക് ഇങ്ങനെ ദോഷം മാത്രമേ ഉള്ളൂ? ബാക്ടീരിയ കൊണ്ട്, വൈറസ് കൊണ്ട്, ഫംഗസ് കൊണ്ടൊക്കെ നമുക്ക് ദോഷം മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് ചിന്ത വരും. ദോഷം മാത്രമേ ഉള്ളൂ? അല്ല. ബെസ്റ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ പാല് തൈരാക്കുന്നു. പാല് തൈരാക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ബാക്ടീരിയ ഏതാണ്? പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ഏതാണ്? ലാക്ടോബാസില്ലസ് ബാക്ടീരിയ ആണ് അല്ലെ? പാല് തൈരാക്കുന്നത് ലാക്ടോബാസില്ലസ് ബാക്ടീരിയ ആണ്. അപ്പൊ പാല് തൈരാക്കുന്നത് ആരുടെ സഹായത്താലാണ്? ഈ ഒരു ബാക്ടീരിയയുടെ സഹായത്തോടാണ്. ദോശമാവ് പുളിപ്പിക്കുന്നത്, നമ്മുടെ ആഹാരം അല്ലെങ്കിൽ ദഹനം ഒക്കെ നടക്കുന്നത്, അതേപോലെ തന്നെ ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിലേക്ക് ചേർക്കുന്നത്, ഇവയെല്ലാം ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസ് അല്ലെങ്കിൽ ഫംഗസിന്റെ ഗുണം കൊണ്ടല്ലേ? അതാണ് നമ്മൾ ഇവിടെ സൂക്ഷ്മജീവികളോടൊപ്പം എന്ന ആ ഒരു പോർഷനിൽ പറയുന്നത്. ശ്രദ്ധിച്ചോളൂ, എല്ലാ സൂക്ഷ്മജീവികളും എന്തല്ല? രോഗകാരികളല്ല. നമ്മുടെ ശരീരത്തിൽ തൊലിപ്പുറത്തുമെല്ലാം ഉപകാരികളായ ഒട്ടനേകം ബാക്ടീരിയകളുണ്ട്. നമ്മുടെ ആഹാരത്തിന്റെ ദഹനത്തിനും ആഗീകരണത്തിനുമെല്ലാം അവ സഹായിക്കുന്നുണ്ട്. സൂക്ഷ്മജീവികൾ നമുക്ക് ഉപകാരങ്ങളാകുന്ന അല്ലെങ്കിൽ ഉപകാരികളാകുന്ന നിരവധി സന്ദർഭങ്ങളുണ്ട്. ദോശമാവ് പുളിപ്പിക്കുന്നത് ചില ഇനം ബാക്ടീരിയകളാണ്. ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവ അവശിഷ്ടങ്ങൾ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. അപ്പം രോഗകാരികളോടൊപ്പം എന്തും പഠിക്കണം, അവയുടെ പ്രയോജനവും കൂടി ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ നോക്കിയേ, സൂക്ഷ്മജീവികളെ കൊണ്ടുള്ള പ്രയോജനം അവിടെ നമ്മൾ കൊടുത്തത് തന്നെയാണ്, നമ്മൾ പറഞ്ഞത് തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു കൺജസ്റ്റഡ് ഫോമിൽ നിന്ന് മാറി ജസ്റ്റ് പോയിന്റ്സ് ആയിട്ട് പഠിക്കാൻ വേണ്ടി നമ്മൾ പോയിന്റ് ആയിട്ട് കൊടുത്തതേ ഉള്ളൂ. ആഹാരത്തിനും ദഹനത്തിനും ആഗീകരണത്തിനും സഹായിക്കുന്നു. ദോശമാവ് പുളിപ്പിക്കുന്നതിനും പാല് തൈരാക്കുന്നതിനും സഹായിക്കുന്നു. പാല് തൈരാക്കുന്ന ബാക്ടീരിയ ലാക്ടോബാസിലസ് ബാക്ടീരിയ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ബാക്ടീരിയകളും ഫംഗസുകളും ഒക്കെയാണ് ജൈവാവശിഷ്ടങ്ങളെ വിഘടിപ്പിച്ച് മണ്ണിൽ ചേർക്കുന്നത്. ഈ 3 പോയിന്റ്സ് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയല്ലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്ത ഫംഗസുകളുടെ ലോകമായിട്ട് പോവാണ്. ഫംഗസുകളുടെ ലോകത്തിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്കറിയാം, നമ്മൾ ഒരുപാട് മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ അല്ലെങ്കിൽ നനഞ്ഞ് തുണിയൊക്കെ കൂട്ടി ഇടുവാണെങ്കിൽ അതിനകത്തൊരു കറുത്ത ഡോട്ട് ഒക്കെ കാണാൻ പറ്റും അല്ലെ? എന്താണ് അതിന് പറയുന്ന പേര്? കരിമ്പൻ അല്ലെ? നമ്മൾ കരിമ്പൻ എന്ന് പറയും. ഈ കരിമ്പൻ എന്താ? ഒരു ഫംഗസാ. കരിമ്പൻ എന്താണ്? ഒരു ഫംഗസ് ആണ്. റൊട്ടിപ്പൂപ്പൽ, നമുക്കറിയാം, ബ്രെഡൊക്കെ വാങ്ങിച്ച് കുറെ പഴകി കഴിഞ്ഞാൽ അതിന്റെ മണ്ടയിലൊക്കെ ഓരോരോ പൂപ്പൽ ടൈപ്പ് വരും. അതെന്താണ്? അത് ഫംഗസ് ആണ്. അപ്പം എന്നിവയെല്ലാം നമുക്കറിയാം, പരിചിതമായ നമ്മുടെ നിത്യജീവിതത്തിൽ കാണുന്ന ഒട്ടനേകം ഫംഗസുകളുണ്ട്. എന്നാൽ മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളായ ചില ഫംഗസുകളുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നോളുക. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ തുടങ്ങിയവയെല്ലാം മനുഷ്യന് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മജീവികളാണ്. കാൻഡിഡ, ക്രിപ്റ്റോകോക്കസ്, ഹിസ്റ്റോപ്ലാസ്മ. അപ്പം നമ്മൾ ഭക്ഷണമാക്കുന്ന കൂൺ മുതൽ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്തവ വരെ ഉണ്ട് ഈ ഫംഗസുകളുടെ ലോകത്തിൽ. അങ്ങനെയെങ്കിൽ രോഗങ്ങളും രോഗങ്ങൾക്ക് കാരണമാകുന്ന ഫംഗസുകളും ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക്
ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ഈ പേരിനകത്ത് തന്നെ ഉണ്ട് ആ രോഗകാരികൾ, അതുകൊണ്ട് എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. കാൻഡിഡിയാസിസ് എന്ന രോഗം പരത്തുന്നത് ആരാണ്? കാൻഡിഡ ആൽബിക്കൻസ് ആണ്. കാൻഡിഡിയാസിസ്, കാൻഡിഡ ആൽബിക്കൻസ്. ജസ്റ്റ് രണ്ടാമത്തത് ക്രിപ്റ്റോകോക്കൽ മെനിഞ്ചൈറ്റിസ്. ആരാണ്? പേരിനകത്ത് തന്നെ ഉണ്ട് ആരാ? ക്രിപ്റ്റോകോക്കസ് ആണ്. ക്രിപ്റ്റോകോക്കൽ മെനിഞ്ചൈറ്റിസ് രോഗം ഉണ്ടാക്കുന്ന ഫംഗസ് ഏതാണെന്ന് ചോദിച്ചാൽ ക്രിപ്റ്റോകോക്കസ് ഫംഗസ് ആണ്. ദെൻ അടുത്തത് ഹിസ്റ്റോപ്ലാസ്മോസിസ്. ഹിസ്റ്റോപ്ലാസ്മോസിസ് ഡാർലിംഗ് ഡിസീസ് എന്നറിയപ്പെടുന്നതാണ് ഹിസ്റ്റോപ്ലാസ്മോസിസ്. ഹിസ്റ്റോപ്ലാസ്മോസിസ് പരത്തുന്നത് ആരാണ്? ആരാണ് ആ രോഗം ഉണ്ടാക്കുന്നത്? ഹിസ്റ്റോപ്ലാസ്മയാണ് കേട്ടോ. അതും ആ പേരിനകത്തുണ്ട്. ദെൻ നമുക്ക് നമുക്ക് അറിയാവുന്ന രണ്ട് രോഗങ്ങളാണ് അത്ലറ്റ് ഫുട്ട് അല്ലെ. അത് രണ്ടും ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കുക. അത്ലറ്റ് ഫുട്ട് എപ്പിഡെർമോഫൈറ്റോൺ ഫ്ലോക്കാസമാണ്. ദെൻ റിംഗ് വേവ് മൈക്രോസ്പോറമാണ്. ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. ചോദിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്ന് റിമൈൻഡ് ചെയ്തിരിക്കുക. ക്ലിയർ ആയി? അങ്ങനെയാണെങ്കിൽ അടുത്ത് നമ്മൾ പറയുന്നതാണ് രോഗാണുവാഹകർ. രോഗാണുവാഹകർ എന്താണ്? നമുക്കറിയാം, എനിക്ക് ഡെങ്കിപ്പനി വന്നു, ഓക്കെ, എനിക്ക് ചിക്കൻ ഗുനിയ വന്നു. എനിക്ക് ചിക്കൻ ഗുനിയ കൊണ്ടുവരുന്നത് ആരാണ്? ഒരു കൊതുകാണ് അല്ലെ. എനിക്ക് ചിക്കൻ ഗുനിയ കൊണ്ടുവന്നത് ഒരു കൊതുകാണ്. അല്ലെങ്കിൽ ഒരു നിപ്പ വന്നു. ഈ നിപ്പ എനിക്ക് കൊണ്ടുവന്നത് ആരാണ്? വവ്വാലുണ്ട്. അപ്പൊ ഇങ്ങനെ കൊണ്ടുവരുന്ന ആ ഒരാളെ ആണ് നമ്മൾ രോഗാണുവാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. വെക്ടേഴ്സ്. ക്ലിയർ ആയോ? രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ്. ഈച്ച, എലിച്ചെള്ള, കൊതുക്, വവ്വാൽ തുടങ്ങിയ ധാരാളം ജീവികള് ഈ ഒരു രോഗാണുവാഹകരിൽ ഉൾപ്പെടും. ക്ലിയർ ആയോ? എന്താണ് വെക്ടേഴ്സ് അല്ലെങ്കിൽ രോഗാണുവാഹകർ? രോഗകാരികളായ സൂക്ഷ്മജീവികളെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന ജീവികളാണ് രോഗാണുവാഹകർ അല്ലെങ്കിൽ വെക്ടേഴ്സ്. നമുക്ക് നോക്കാം. ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. സൂക്ഷ്മജീവികൾ ശരീരത്തിൽ പ്രവേശിക്കുന്ന വിധവും രോഗങ്ങളുമാണ് ചോദിച്ചേക്കുന്നത്. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ എങ്ങനെയെല്ലാം നമ്മുടെ ശരീരത്തിൽ രോഗാണുക്കൾ പ്രവേശിക്കും അല്ലെങ്കിൽ സൂക്ഷ്മജീവികൾ പ്രവേശിക്കും. ഇനി രോഗാണുവാഹകരിൽ നിന്ന് എങ്ങനെയെല്ലാം നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമെന്നാണ്. അപ്പൊ ആദ്യം കൊടുത്തേക്കുന്നത് നോക്കൂ. രോഗാണുവാഹകരിൽ നിന്നല്ലാതെ എങ്ങനെയെല്ലാം? നമുക്കറിയാം, മണ്ണിലൂടെ പകരും, വായുവിലൂടെ പകരും, ജലവും ഭക്ഷണവും വഴി പകരും അല്ലെ. നമുക്ക് രോഗാണുക്കൾ നമ്മുടെ ഉള്ളിലേക്ക് കയറും. എങ്ങനെയാണ്? മണ്ണിലൂടെ, വായുവിലൂടെ, ജലവും ഭക്ഷണവും വഴി. മണ്ണിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാ? വിരശല്യവും ടെറ്റനസും. വിരശല്യവും ടെറ്റനസും മണ്ണിലൂടെ പകരുന്ന രോഗമാണ്. പഠിച്ചു വെച്ചോണം. ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടും പഠിച്ചോണം. മണ്ണിലൂടെ പകരുന്ന രോഗം വിരശല്യം, ടെറ്റനസ്. ഇനി അടുത്തത് കൊടുത്തേക്കുന്നത് വായുവിലൂടെ പകരുന്ന രോഗം. വായുവിലൂടെ പകരുന്ന രോഗം ഏതാണ്? ക്ഷയം. ക്ഷയം എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗമാണ്. അതേപോലെ തന്നെ ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ് എങ്ങനെയാണ്? ചിക്കൻ പോക്സ് വായുവിലൂടെ പകരുന്ന രോഗമാണ് അല്ലെ. വസൂരി വായുവിലൂടെ പകരുന്ന രോഗമാണ്. അഞ്ചാം പനി, മുണ്ടിനീര്, അതേപോലെ തന്നെ ജലദോഷം എന്നിവയെല്ലാം എന്താണ്? വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ്. ഇനി ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗം ഏതാണ്? ജലവും ഭക്ഷണവും വഴി ടൈഫോയിഡ്, കോളറ, എലിപ്പനി, അതേപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ്, വയറുകടി എന്നിവയെല്ലാം എന്താണ്? ജലവും ഭക്ഷണവും വഴി പകരുന്ന രോഗങ്ങളാണ്. അപ്പം രോഗാണുവാഹകരിൽ നിന്നല്ലാതെ എങ്ങനെയെല്ലാം സൂക്ഷ്മജീവികൾ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുന്നു എന്ന് നമ്മൾ പഠിച്ചു. ഇനി രോഗാണുവാഹകരിൽ നിന്ന് എങ്ങനെയെല്ലാം നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് സൂക്ഷ്മജീവികൾ പ്രവേശിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്. കൊതുക് വഴി അല്ലെ. കൊതുക് വഴി പകരുന്ന രോഗമാണ് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ എന്നിവയെല്ലാം. ഇനി രോഗാണുവാഹകരായ ഈച്ചയിൽ നിന്ന് നമുക്ക് പകരും. ഈച്ചയിൽ നിന്ന് അല്ലെ. അതേപോലെ തന്നെ മനുഷ്യരിൽ നിന്ന് പകരുന്നതാണ് കുഷ്ഠം. ഇനി പക്ഷികളാണെങ്കിൽ ഫ്ലൂ, നിപ എന്നിവയെല്ലാം എന്താണ്? പക്ഷികളിൽ നിന്ന് പകരുന്ന രോഗമാണ്. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ പറയും. നിങ്ങൾ ഒരുപാട് പഠിപ്പിച്ചാൽ കൺഫ്യൂഷൻ ആക്കാതിരിക്കുന്നതാണ്. നിങ്ങൾ ഈ തന്നിരിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അങ്ങ് പഠിച്ചു പോവാം. ഓക്കെ. അങ്ങനെയാണെങ്കിൽ നോക്കി, രോഗങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു വിട്ടാൽ മതി, ഒന്ന് റിമൈൻഡ് ചെയ്താൽ മതി. കാരണം ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓപ്ഷൻ കാണുമ്പം തന്നെ നമ്മുടെ ലോജിക്ക് വെച്ച് നമുക്ക് അതിനകത്ത് ഉത്തരം കണ്ടെത്താൻ സാധിക്കും. അപ്പം ജസ്റ്റ് ഒന്ന് വായിച്ചു പോവാം. രോഗങ്ങൾ ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങളെ എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ആ രോഗം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും? ഒന്ന്,
പഴങ്ങളും പച്ചക്കറികളും എന്ത് ചെയ്യുക, കഴുകി ഉപയോഗിക്കുക. നമുക്കറിയാം ആഹാരത്തിലൂടെയും ജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പഴങ്ങളും പച്ചക്കറികളും കഴുകി ഉപയോഗിക്കണം. ഭക്ഷണ സാധനങ്ങൾ അടച്ചു വെക്കണം. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കണം. ഓക്കെ ആണല്ലോ. ഇനി രണ്ടാമത്തത്, വായുവിലൂടെയും സമ്പർക്കത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ എങ്ങനെയായിരിക്കും? അപ്പം സമ്പർക്കത്തിലൂടെ പകരുമ്പം നമ്മൾ എന്ത് ചെയ്യുക, നമ്മളൊരു മാസ്ക് വെക്കുക. നമുക്കറിയാം COVID-19 സമ്പർക്കത്തിലൂടെ പകരുന്ന രോഗമായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് വെച്ചു? മാസ്ക് വെച്ചു. അപ്പൊ രോഗിയുമായുള്ള സമ്പർക്കം എന്താക്കി? ഒഴിവാക്കി. അപ്പൊ രോഗിയുമായുള്ള സമ്പർക്കം ഒഴിവാക്കുക, രോഗിയുടെ തൂവാല, വസ്ത്രങ്ങൾ മുതലായവ ഉപയോഗിക്കാതിരിക്കുക, മാസ്ക് ഉപയോഗിക്കുക, വ്യക്തി ശുചിത്വം പാലിക്കുക. അടുത്തത്, മണ്ണിലൂടെയും മലിനജലത്തിലൂടെയും പകരുന്ന രോഗങ്ങൾ. അറിയാലോ, മണ്ണിലൂടെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് പാദരക്ഷ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ചെരുപ്പ് ഉപയോഗിക്കുക. ചെരുപ്പ് ഉപയോഗിക്കുക. ശരീരത്തിലെ മുറിവുകൾ മലിനജലവുമായി സമ്പർക്കത്തിൽ വരാതെ സൂക്ഷിക്കുക. മണ്ണും ചെളിയും പുരണ്ട കൈകാലുകൾ സോപ്പിട്ട് കഴുകുക. അപ്പൊ ഇത് ഇത്രയും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല. നമുക്ക് ആ ഒരു ചോദ്യം കാണുമ്പോൾ തന്നെ ഉത്തരം എഴുതാൻ സാധിക്കും. അടുത്ത നോക്കി, ഇനി നമ്മൾ പറഞ്ഞു രോഗാണുവാഹകരിൽ നിന്ന് രോഗം പകരുന്നു. അതിൽ രോഗാണുവാഹകർക്ക് ഉദാഹരണമാണ് കൊതുക്. ഇനി ഈ കൊതുക് പരത്തുന്ന രോഗം നമുക്ക് ആലോചിച്ചിരിക്കണം, അല്ലെ? ഓർത്തിരിക്കണം. കാരണം ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. മന്ത് എന്ന രോഗം പരത്തുന്നത് ഏത് കൊതുകാണ്? ഏത് കൊതുകാണ്? ക്യുലെക്സ് പെൺകൊതുകാണ് കേട്ടോ. ക്യുലെക്സ് പെൺകൊതുകാണ് മന്ത് പരത്തുന്നത്. അപ്പം മലേറിയ പരത്തുന്ന ഏതാണ്? അനോഫിലസ് പെൺകൊതുകാണ്. അനോഫിലസ് പെൺകൊതുകാണ് മലേറിയ പരത്തുന്നത്. അപ്പം ഡെങ്കിപ്പനി ആരാണ്? ഈഡിസ് ഈജിപ്തി ആണ്. ഈ മൂന്ന് കാര്യങ്ങളൊന്ന് ഓർത്തിരുന്നോണേ. മന്ത് പരത്തുന്നത് ആരാണ്? ക്യുലെക്സ് പെൺകൊതുകൾ. ക്യുലെക്സ് പെൺകൊതുകളാണ് മന്ത്. മലേറിയ ആരാണ്? അനോഫിലസ് പെൺകൊതുക്. അനോഫിലസ് പെൺകൊതുക്. അനോഫിലസ് പെൺകൊതുക്. അടുത്തത് ഡെങ്കിപ്പനി. ഡെങ്കിപ്പനി ആരാണ്? ഈഡിസ് ഈജിപ്തി ആണ്. ഈഡിസ് ഈജിപ്തി. ഈഡിസ് ഈജിപ്തി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നോക്കി, നമ്മൾ പറഞ്ഞു മനുഷ്യർക്ക് രോഗം വരും, അത് രോഗവാഹകർ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഈച്ച വരും, കൊതുക് വരും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞു ജീവികൾക്ക് രോഗം വരാം, മനുഷ്യർക്ക് രോഗം വരാം. അപ്പം സസ്യങ്ങൾക്ക് രോഗം വരില്ലേ? സസ്യങ്ങൾക്ക് രോഗം വരില്ലേ? സസ്യങ്ങൾക്കും രോഗം വരും. സസ്യങ്ങളുടെ രോഗങ്ങളും നമ്മൾ പഠിച്ചിരിക്കണം. ആദ്യം തന്നെ നമ്മൾ പറയുന്നത്, നമ്മളിവിടെ ആ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്, നെല്ലിലെ തവിട്ടിലപ്പുള്ളി, പയറിലെ മൊസൈക്ക് രോഗം, തെങ്ങിലെ കൂമ്പ് ചെയ്യാൻ. അപ്പൊ നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. നെല്ലിൽ ഉണ്ടാകുന്ന രോഗമാണ് എന്ത്? തവിട്ടിലപ്പുള്ളി രോഗം. അത് പരത്തുന്ന രോഗാണു ഏതാണെന്ന് ചോദിച്ചാൽ ഫംഗസ് ആണെന്ന് ഓർത്തിരിക്കാം. അപ്പൊ നെല്ലിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? തവിട്ട് ഇലപ്പുള്ളി രോഗമാണ്. തവിട്ട് ഇലപ്പുള്ളി രോഗമാണ് നെല്ലിലെ രോഗം. അത് പരത്തുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഫംഗസ് ആണ് എന്ന് ഓർത്തിരിക്കാം. ഇനി അടുത്തത് രണ്ടാമത്തത് പയറിൽ ഉണ്ടാകുന്ന രോഗം ഏതാണ്? മൊസൈക്ക് രോഗമാണ്, അല്ലെ? പയറിൽ ഉണ്ടാകുന്ന രോഗം മൊസൈക്ക് രോഗമാണ്. അത് പരത്തുന്നത് ആരാണ്? പകർത്തുന്നത് ആരാണത്? വൈറസ് ആണത്. എല്ലാവർക്കും കൊണ്ട് കൊടുക്കുന്നത്, പയറുകൾക്കെല്ലാം കൊടുക്കുന്നത് ആ വൈറസ് ആണ്. അടുത്ത് നോക്കി, തെങ്ങിലെ രോഗമാണ് കൂമ്പ് ചീയൽ. അതുണ്ടാക്കുന്നത് ആരാണ്? ഫംഗസ്. അടുത്ത തെങ്ങ് ആരാണ്? ഏതാണ് രോഗം? മണ്ടരി. നമ്മളില്ല കല്യാണരാമൻ സിനിമയ്ക്കകത്ത് ദിലീപ് പാടിയത് ഓർത്താൽ മതി, അല്ലെ? തെങ്ങ്, മണ്ടരി. അടുത്തത് വൈറസ്. ദിലീപിന്റെ പാട്ട് ഓർത്താൽ മതി. അപ്പൊ നെല്ലിലെ തവിട്ടിലപ്പുള്ളി രോഗം ഫംഗസ്, പയറിലെ മൊസൈക്ക് രോഗം വൈറസ്, തെങ്ങിലെ കൂമ്പ് ചീയൽ ഫംഗസ്, തെങ്ങിലെ മണ്ടരി വൈറസ്. ഓർക്കാൻ എളുപ്പമാണ്. നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി രോഗവും അതേപോലെ തന്നെ തെങ്ങിലെ കൂമ്പ് ചീയലും ആരാണ്? ഇത് രണ്ടും ഫംഗസ് ആണ് കേട്ടോ. ഇത് രണ്ടും ആരാണ്? ഫംഗസ് ആണ് എന്ന് ഓർത്തിരിക്കാം. നെല്ലിലെ തവിട്ട് ഇലപ്പുള്ളി രോഗവും അതേപോലെ തന്നെ തെങ്ങിലെ കൂമ്പ് ചീയലും ആരാണ്? ഫംഗസ് ആണ്. അതേപോലെ തന്നെ പയറിലെ മൊസൈക്ക് രോഗവും തെങ്ങിലെ മണ്ടരിയും ആരാണ്? വൈറസ് രോഗമാണ്. അത് രണ്ടും എന്താണ്? വൈറസ് രോഗമാണ്. ഓർത്തിരിക്കാലോ. ഓർത്തിരുന്നോണേ. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആയെങ്കിൽ നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോവാണ്. രോഗപ്രതിരോധ ശേഷി. സിമ്പിൾ ആയിട്ട് പറയാണ്, ഇത്രയും അങ്ങ് വാരി വലിച്ചൊന്നും നമ്മൾ പറയുന്നില്ല, സിമ്പിൾ ആയിട്ട് പറയാണ്. നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് വായിച്ചു നോക്കിയിരുന്നാൽ മതി. ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട്. ഒന്ന്, നമ്മൾ രോഗപ്രതിരോധ ശേഷി പറയാണ്. രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി. രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി. നോക്കിയേ, ഈ രോഗപ്രതിരോധ ശേഷി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷിയും രണ്ടാമത്തത് ആർജിത രോഗപ്രതിരോധ ശേഷിയും.
ഒന്ന് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി, രണ്ടാമത്തത് ആർജിത രോഗപ്രതിരോധ ശേഷി. ആർജിത രോഗപ്രതിരോധ ശേഷിയും സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി. പ്രതിരോധ ശേഷി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഉള്ളിലേക്ക് ഒരു രോഗാണു കയറി കഴിഞ്ഞാൽ അതിനെ നിയന്ത്രിക്കാനും ചെറുത്ത് നിർത്താനുമുള്ള നമ്മുടെ ശരീരത്തിന്റെ ആ ഒരു കഴിവിനെയാണ് നമ്മൾ പ്രതിരോധ ശേഷി എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ പല ആളുകൾക്കും പല രീതിയിലുള്ള പ്രതിരോധ ശേഷി ആയിരിക്കും. ചിലപ്പോൾ വേറെ അസുഖങ്ങൾ ഉള്ളവർക്ക് പ്രതിരോധ ശേഷി കുറവായിരിക്കും, ഹോർമോൺ എടുക്കുന്നവർക്ക്, അങ്ങനെ പല രീതിയിലുള്ളവർക്ക്, അല്ലെ, വാക്സിനേഷൻ എടുക്കുന്ന, അങ്ങനെ പല രീതിയിലുള്ളവർക്ക് പല രോഗപ്രതിരോധ ശേഷിയായിരിക്കും. അപ്പം സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ശരീരത്തിൽ ഒരു രോഗാണു പ്രവേശിക്കുകയാണ്, അവയെ നിയന്ത്രിക്കാനും ചെറുത്ത് നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിനുണ്ടല്ലോ. ആ സ്വാഭാവികമായിട്ടുള്ള കഴിവിനെയാണ് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി അല്ലെങ്കിൽ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചാൽ അവയെ നിയന്ത്രിക്കാനും ചെറുത്തു നിൽക്കാനുമുള്ള കഴിവ് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിനുണ്ട്. അതിനെയാണ് സ്വാഭാവിക രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. ഇനി ആർജിത രോഗപ്രതിരോധ ശേഷി ഉണ്ട്, അല്ലെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി ഉണ്ട്. അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോഴേ ഓർക്കുക, ആർജിച്ചെടുക്കുകയാണ്. ഏത് വഴിയാണ് നമ്മൾ ആർജിച്ചെടുക്കുന്നത്? വാക്സിനേഷൻ വഴിയാണ് നമ്മൾ ആർജിച്ചെടുക്കുന്നത്. അപ്പം വാക്സിനേഷൻ വഴി നമ്മൾ അങ്ങനെ ആർജിച്ചെടുക്കുന്നത്. നമുക്കറിയാം, COVID-19 വന്നപ്പോൾ COVID-19 വരാതിരിക്കാൻ വേണ്ടി നമ്മൾ വാക്സിൻ എടുത്തു, അല്ലെ? അതാണ് ആർജിത രോഗപ്രതിരോധ ശേഷി. ക്ലിയർ ആയോ? അപ്പം നോക്കി, പോളിയോ, ഹെപ്പറ്റൈറ്റിസ് ബി തുടങ്ങിയ ചില പകർച്ചവ്യാധികൾക്കെതിരെ സ്വാഭാവികമായി പ്രതിരോധ ശേഷി ഉണ്ടാക്കാനുള്ള കഴിവ് നമ്മുടെ ശരീരത്തിനില്ല. ഇത്തരം രോഗങ്ങൾ വരാതിരിക്കാൻ നാം പ്രതിരോധ കുത്തിവയ്പ്പുകൾ, വാക്സിനേഷൻ എടുക്കേണ്ടതുണ്ട്. ഇതുവഴി രോഗപ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കും. ഇതിനെയാണ് നമ്മൾ ആർജിത രോഗപ്രതിരോധ ശേഷി എന്ന് പറയുന്നത്. മനുഷ്യന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായ വസൂരി, പ്ലേഗ്, പോളിയോ പോലുള്ള പല മഹാമാരികളെയും നമ്മൾ അതിജീവിച്ചത് എങ്ങനെയാണ്? ഈ ഒരു പ്രതിരോധ കുത്തിവയ്പ്പിലൂടെയാണ്. ക്ലിയർ ആയോ? രോഗപ്രതിരോധ ശേഷി ക്ലിയർ ആയല്ലോ. സ്വാഭാവിക രോഗപ്രതിരോധ ശേഷിയുണ്ട്, ആർജിത രോഗപ്രതിരോധ ശേഷിയുമുണ്ട്. അപ്പൊ നോക്കിയേ, നമ്മളിവിടെ മുമ്പ് കൊടുത്തിരുന്നാലാണ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. പ്രതിരോധ കുത്തിവയ്പ്പുകൾ വഴി രോഗപ്രതിരോധ ശേഷി നേടിയെടുക്കുന്നതാണ് ആർജിത പ്രതിരോധ ശേഷി അല്ലെങ്കിൽ അക്വയർഡ് ഇമ്മ്യൂണിറ്റി. പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ അതിജീവിച്ച രോഗങ്ങൾ വസൂരി, പ്ലേഗ്, പോളിയോ. പ്രതിരോധ കുത്തിവയ്പ്പ് വഴി തടയാൻ കഴിയുന്ന ഒരു രോഗമാണ് ഏത്? ഹെപ്പറ്റൈറ്റിസ് ബി. അപ്പൊ അതും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക, ചിലപ്പം ചോദ്യം വരാം. ഓക്കെ, അങ്ങനെയെങ്കിൽ അടുത്തത് നമ്മൾ പറയുന്നത്, നമുക്കറിയാം വസൂരിയൊക്കെ നമ്മുടെ തുടച്ചു മാറ്റപ്പെട്ട എൻഡമിക് ആണോ? അല്ല, അല്ലെ? എൻഡമിക് ഡിസീസ് അല്ല വസൂരി. കാരണം വസൂരി തുടച്ചു മാറ്റപ്പെട്ടു എന്നാണ് ഐക്യരാഷ്ട്ര സംഘടന പറയുന്നത്. അപ്പം വസൂരി എന്നത് എൻഡമിക് അല്ല. എൻഡമിക് നമ്മൾ എവിടാ പറഞ്ഞത്? നിർത്താൻ പറ്റാത്തത് എന്ന് വെച്ചാല് പൂർണ്ണമായും തുടച്ചു മാറ്റാൻ കഴിയാത്തതാണ് എൻഡമിക് ഡിസീസ്. എൻഡ് ഇല്ലാത്തത്, അങ്ങനെയല്ലേ നമ്മൾ ഓർക്കാൻ പറഞ്ഞത്? എൻഡമിക് ഡിസീസ്. ഇവിടെ നോക്കിയേ, ഇന്ത്യയിൽ അവസാനമായി വസൂരി റിപ്പോർട്ട് ചെയ്തത്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഇന്ത്യയിൽ അവസാനമായിട്ട് വസൂരി റിപ്പോർട്ട് ചെയ്തത് എന്നാണെന്ന് അറിയാമോ? 1975 മെയ് 17 ഇന്ത്യയിൽ അവസാനമായിട്ട് വസൂരി റിപ്പോർട്ട് ചെയ്തത് 1975 മെയ് 17 ബീഹാറിലാണ്. ഇനി വസൂരിയെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് 1980. അവസാനമായി റിപ്പോർട്ട് ചെയ്തത് 1975. വസൂരി അവസാനമായിട്ട് റിപ്പോർട്ട് ചെയ്തത് 1985 ബീഹാറില്. അവസാനമായിട്ട് അല്ലെങ്കിൽ വസൂരി ഭൂമുഖത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കിയതായിട്ട് ലോകാരോഗ്യ സംഘടന WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞത് എന്നാണ്? 1980. 5 വർഷം കഴിഞ്ഞ് നോർത്താൽ മതി. 1975 1980. ഇനി ഇന്ത്യയിൽ അവസാനമായിട്ട് പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തത് എന്നാണ്? 2011 പശ്ചിമ ബംഗാളിലാണ് കേട്ടോ. പശ്ചിമ ബംഗാളിലാണ് അവസാനമായിട്ട്, ഇന്ത്യയിൽ അവസാനമായിട്ട് പോളിയോ രോഗം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ പോളിയോ വിമുക്ത രാജ്യമായി ഇന്ത്യയെ ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് 2014 മാർച്ച് 7. 2014 മാർച്ച് 7. ഓർക്കാലോ ഇത്രയും കാര്യങ്ങൾ.
സിമ്പിൾ ആണ്. ഇന്ത്യയിൽ അവസാനമായിട്ട് വസൂരി റിപ്പോർട്ട് ചെയ്തത് 1975. നിങ്ങൾ പഠിച്ചു 1975 മെയ് 17. 1975 മെയ് 17 എവിടെയാ? ബീഹാർ. ഇനി രണ്ടാമത്, വസൂരിയെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കിയതായി ലോകാരോഗ്യ സംഘടന പ്രഖ്യാപിച്ചത് പറഞ്ഞോ? ശരിയാ, ഏതാ? 1980. 1975 ലാസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. 1980 പൂർണ്ണമായും തുടച്ചു നീക്കിയെന്ന് WHO പ്രഖ്യാപിച്ചു. ഇനി പോളിയോയുടെ കാര്യം വരികയാണെങ്കിൽ, പോളിയോ അവസാനമായി റിപ്പോർട്ട് ചെയ്തത് 2011. ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് 2011. എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. ഇനി ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 2014 മാർച്ച് 27. 2014 മാർച്ച് 27. ക്ലിയർ ആയല്ലോ? ഓക്കെ ആണേ. അങ്ങനെയാണെങ്കിൽ നമ്മൾ അടുത്തത് വാക്സിനേഷൻ ചാർട്ടിലേക്ക് പോവുകയാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ട് നമുക്കിവിടെ ആ ഒരു പിക്ചർ വെച്ച് നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ BCG എന്താണ്? ബാസിലസ് കാൽമെറ്റ്, OPV ഓറൽ പോളിയോ വാക്സിൻ, ഹെപ്പറ്റൈറ്റിസ് ബി, അതേപോലെ FIPV എന്താണ്? പോളിയോ വാക്സിൻ പ്രൊഫഷണൽ ഡോഗ്സ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഏതൊക്കെ വയസ്സിലാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ വിചാരിക്കും ഇതൊക്കെ ചോദിക്കും കേട്ടോ. കാരണം ഈ ഇടയ്ക്കുള്ള മത്സര പരീക്ഷയില് കൃത്യമായ ജോഡി തിരഞ്ഞെടുക്കാനായിരുന്നു. അതിനകത്ത് OPV പോളിയോയ്ക്കുള്ളതാണ്, രോഗം പോളിയോയ്ക്കുള്ളതാണ് OPV. അതേപോലെ തന്നെ ബാക്കിയെല്ലാം തെറ്റിച്ച കൊടുത്തേ, അത് മാത്രം ശരിയായിട്ട് കൊടുത്തു. അതിന് ഉത്തരവും അതായിരുന്നു. അപ്പം നമ്മൾ എന്ത് പഠിക്കണം? വാക്സിന്റെ പേരും പഠിക്കണം, അതേതിനാണ് എടുക്കുന്നതെന്നും പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യം വരും കേട്ടോ. മത്സര പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, ഈ ഇടയ്ക്കൂടെ ചോദിച്ചതേ ഉള്ളൂ. അപ്പം വാക്സിന്റെ പേരും രോഗവും പഠിച്ചിരിക്കാം. അപ്പൊ നോക്കിയേ, ആദ്യത്തെ വാക്സിൻ ആണ് പോളിയോ വാക്സിൻ, OPV ഓറൽ പോളിയോ വാക്സിൻ. ഏത് രോഗത്തിന് വേണ്ടിയുള്ളതാണ്? നമുക്കറിയാം OPV ആകുമ്പം ഓറൽ പോളിയോ വാക്സിൻ ആകുമ്പോൾ പോളിയോയ്ക്കുള്ളതാണ്. ജനന സമയത്തെടുക്കും 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ച, 16 to 24 മാസത്തിനിടയിൽ എടുക്കും. ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. ആ മാസങ്ങളിലാണ് നമ്മൾ പോളിയോ വാക്സിൻ എടുക്കുന്നത് കുട്ടികൾക്ക് അല്ലേ. അടുത്തത് ബാസില്ലസ് കാൽമെറ്റ് ഗ്വറിൻ അല്ലെങ്കിൽ BCG എന്തിനുള്ളതാണ്? ക്ഷയരോഗത്തിനുള്ളതാണ് കേട്ടോ. BCG എന്തിനുള്ളതാണ്? ക്ഷയരോഗത്തിനുള്ളതാണ്. നമ്മൾ ജനന സമയത്താണ് BCG വാക്സിൻ എടുക്കുന്നത്. കുട്ടികൾക്ക് ജനന സമയത്താണ് BCG വാക്സിൻ എടുക്കുന്നത്. ബാസില്ലസ് കാൽമെറ്റ് ഗ്വറിൻ, ക്ഷയരോഗം. അടുത്തത് ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. ആ പേരിനകത്ത് തന്നെ ഉണ്ടല്ലേ, ടെറ്റനസും ഡിഫ്തീരിയ. 10 വയസ്സിലും 16 വയസ്സിലുമാണ്. TD1ഉം TD2 ആയിട്ട് 2 വയസ്സിൽ നമ്മൾ എടുക്കും ടെറ്റനസ് ഡിഫ്തീരിയ വാക്സിൻ. ടെറ്റനസിനും ഡിഫ്തീരിയക്കുമുള്ള വാക്സിൻ ആണ്. ദെൻ അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബി എന്തിനുള്ള വാക്സിൻ ആയിരിക്കും? ഹെപ്പറ്റൈറ്റിസ് ബിക്ക് ഉള്ളതാണ്, ജനന സമയത്താണ് എടുക്കുന്നത്. അടുത്ത റോട്ടോ വൈറസ് വാക്സിൻ അല്ലെങ്കിൽ RVV. റോട്ടോ വൈറസ് വാക്സിൻ എന്താണെന്ന് അറിയാമോ? റോട്ടോ വൈറസ് രോഗമാണ് അല്ലെങ്കിൽ ആന്ത്രവീക്കമാണ്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും നമ്മളോട് ചോദിക്കുന്നത്. ആന്ത്രവീക്കം ആണ് റോട്ടോ വൈറസ് വാക്സിൻ. അപ്പൊ ആന്ത്രവീക്കത്തിനെതിരെ എടുക്കുന്ന വാക്സിൻ ഏതാണെന്ന് ചോദിച്ചാൽ അത് റോട്ടോ വൈറസ് വാക്സിൻ ആണ്. 6 ആഴ്ച, 10 ആഴ്ച, 14 ആഴ്ചകളിലാണിത് എടുക്കുന്നത്. അടുത്തത് പോളിയോ വാക്സിൻ പ്രൊഫഷണൽ ഡോസ്, FIPV. നമ്മൾ അവിടെ കണ്ടായിരുന്നു അല്ലെ. പോളിയോ വാക്സിൻ പ്രൊഫഷണൽ ഡോസ് എന്തിനു വേണ്ടിയുള്ളതാ? പോളിയോയ്ക്കുള്ളതാണ്. 6 ആഴ്ചയില്, 14 ആഴ്ചയിൽ, 9 മാസത്തിലാണ് ഇത് 3 ഘട്ടമായിട്ട് എടുക്കുന്നത്. അടുത്തത് ന്യൂമോകോക്കൽ കൺജുവേറ്റ് അല്ലെങ്കിൽ PCV പറയുമ്പം ഓർക്കണം, ന്യൂമോണിയ എന്ന് ഓർത്താൽ മതി. P വെച്ച് ആ ന്യൂമോണിയ തുടങ്ങുന്നത്, ഒരിക്കലും N വെച്ച് അല്ല. അപ്പം അങ്ങനെ പോയി P വെച്ചുള്ളത് പോളിയോ വല്ലതും വന്നു കഴിഞ്ഞാൽ പോളിയോ ഒന്നും പോയി ബബിൾ ചെയ്യരുത്. ന്യൂമോകോക്കൽ കൺജുവേറ്റ് അല്ലെങ്കിൽ PCV വന്നു കഴിഞ്ഞാൽ ന്യൂമോണിയ രോഗത്തിനെതിരെയാണ് കേട്ടോ. ന്യൂമോണിയ രോഗത്തിനെതിരെയുള്ള വാക്സിൻ ആണ് ന്യൂമോകോക്കൽ കൺജുവേറ്റ് അല്ലെങ്കിൽ PCV. എടുക്കുന്നത് 6 ആഴ്ച, 14 ആഴ്ച, 9 മാസം എന്നിങ്ങനെ ഇടവിട്ടാണ്. ന്യൂമോകോക്കൽ കൺജുവേറ്റ്, ന്യൂമോണിയ. ഓക്കെ ആണേ. അടുത്ത നോക്കൂ, മീസില്ലസ് റുബെല്ല വാക്സിൻ. പേരിനകത്താനുണ്ട് MR വാക്സിൻ ആണ് മീസില്ലസ് റുബെല്ല വാക്സിൻ. മീസില്ലസ് റുബെല്ല എന്നീ രോഗങ്ങൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ് മീസില്ലസ് റുബെല്ല വാക്സിൻ. 9 മാസത്തിലും 16 to 24 മാസത്തിനിടയിലുമാണ് നമ്മൾ ആ വാക്സിൻ എടുക്കുന്നത്. മീസില്ലസ് റുബെല്ല വാക്സിൻ. ഏത് രോഗമാണ്? മീസില്ലസ് റുബെല്ല. നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ രോഗവും വാക്സിനേഷന്റെ പേരും ജസ്റ്റ് ഒന്ന് പഠിച്ചിരിക്കണം. ജസ്റ്റ് അല്ല, ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കാം. അടുത്തത് DPT. മിക്കവാറും ചോദിച്ചിട്ടുള്ളതാണ് DPT,
ഡിഫ്തീരിയ, പെർtussis, ടെറ്റനസ് വാക്സിൻ. അപ്പൊ അറിയാലോ എന്തിനൊക്കെ ആയിരിക്കും? ഡിഫ്തീരിയ തൊണ്ടമുള്ള. അടുത്ത പെർtussis എന്താ? വില്ലൻ ചുമ. ടെറ്റനസ് കുതിരസന്നി എന്നറിയപ്പെടുന്നു. അപ്പൊ ഈ രോഗങ്ങൾക്കുള്ളതാണ് ഡിഫ്തീരിയ, പെർtussis, ടെറ്റനസ് വാക്സിൻ അല്ലെങ്കിൽ DPT വാക്സിൻ. അടുത്തതാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എ നമുക്കറിയാം, വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗം ഏതാ? അന്ധത. അപ്പൊ അന്ധതയ്ക്കുള്ള വാക്സിനേഷൻ ആണ് വിറ്റാമിൻ എ. എപ്പോഴാണ് എടുക്കുന്നത്? 9 മാസം 16 to 24 മാസം ആ ഒരു ടൈം പീരീഡിലാണ് ഇതെടുക്കുന്നത്. ക്ലിയർ ആയേ? അപ്പം ഓർത്തിരിക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മിക്കവാറും ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്. രോഗങ്ങളും രോഗകാരികളും അതേപോലെ തന്നെ വാക്സിനേഷൻ ചാർട്ട് അതൊന്ന് പഠിച്ചിരിക്കുക കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. എല്ലാവരും കൃത്യമായി വീഡിയോ ക്ലാസ് കണ്ട് പഠിക്കാം. ദെൻ 9 മണിക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിൽ നടക്കുന്ന പോൾ വർക്കൗട്ട് എക്സാം അറ്റൻഡ് ചെയ്യുക. കൂടാതെ നാളെ നമ്മൾ അടുത്ത ചാപ്റ്റർ എടുക്കുമ്പോൾ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ചോദ്യം ചോദിച്ചിട്ടായിരിക്കും നമ്മൾ അടുത്ത ചാപ്റ്റർ എടുക്കുന്നത്. അപ്പം കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.